ഷെമിയെ പോവേ മാറ്റിയോ റെഡി ആയോ വേഗം പോവുക. അപ്പൊ ഗൈസ് ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ് ഇന്ന് നമ്മള് ചെയ്യാൻ പോണത് ആ ഇൻട്രോ വന്നില്ലെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളൊന്നും ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരൂല, അതാ പ്രശ്നം. അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇന്ന് ലൈഫിൽ നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം എന്താ ചെയ്യുന്നത്, ഒരു ഇന്റർവ്യൂ കിട്ടിയിരിക്കണേ. എന്താ പറയാ, അപ്പൊ എന്താ പറയാ ലൈഫിൽ ആദ്യമായിട്ട് ഞങ്ങൾ ഇതാക്കണ ഒരു ഇന്റർവ്യൂവിനായിട്ട് പോവാണ്. ഇതിന്റെ മുമ്പൊക്കെ വിളിച്ചിക്കണ കുറെ ടീം, പക്ഷെ അതൊന്നും ഞങ്ങള് പോയില്ലായിരുന്നു. കാരണം ആ സമയത്തൊന്നും ഞങ്ങൾ തീരെ പ്രിപ്പയർഡ് അല്ല ഇനി ആ ഡേ കിട്ടില്ല. അപ്പൊ എന്താ പറയാ ഇന്ന് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ ഞങ്ങൾ പ്രിപ്പയർ അല്ല അത് പ്രശ്നമില്ല, ആ കുഴപ്പമില്ല, അതും കുഴപ്പമില്ല. ഓക്കെ അപ്പൊ ഗൈസ് ഞങ്ങൾ എന്താ പറയാ തീരെ എന്താ പറയാ ഞങ്ങൾ മലയാളം പറയാം, അതാ നല്ലത്, അതാ സീരിയലല്ലോ. ഓക്കെ അപ്പൊ ഗൈസ് ഞങ്ങൾ തീരെ പ്രിപ്പയർ അല്ലായിരുന്നു. അപ്പൊ നല്ല ടെൻഷൻ ഉണ്ട് ഇന്ന്. ഞാൻ പറഞ്ഞു നാല് അപ്പൊ ഏതാ നല്ല ടെൻഷൻ ഉണ്ട്. കാരണം ഇതുവരെ ഞങ്ങൾ ഇന്റർവ്യൂവിന് പോവാത്തൊന്നും അത്യാവശ്യം ജോ സ്റ്റോക്ക് എന്ന് വിളിച്ചിരുന്നല്ലേ നമ്മള് ആ സമയത്ത് ഞങ്ങൾ അത് ഒന്നും പോവാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സ്റ്റാർട്ടിങ് ആയിട്ട് പിന്നെ ഒന്നും കൂടി സെറ്റായി വരുന്നല്ലേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മൾ അതിലൊക്കെ ഒന്നും കയറി പോണ്ടാന്ന് വിചാരിച്ച്. അപ്പൊ ഏതായാലും ഇപ്പൊ കറക്റ്റ് സമയത്ത് നമ്മള് ഇങ്ങനെ ചോദിച്ച സമയത്ത് ഓക്കെ ഇനി നമുക്ക് ചെയ്താൽ കുഴപ്പമില്ല എന്നുള്ള ആ ഒരു ഇതിലേക്ക് എത്തിയ സമയത്താണ് ഒരു ഇപ്പം ആരാ വരുന്നത്, കേരള മയവിൽ കേരള എന്ന് പറയുന്ന ചാനലിൽ നിന്ന് ഇന്റർവ്യൂക്ക് വരികയാണ്. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കാണണം കേട്ടോ. അപ്പൊ നമ്മൾ സെറ്റ് ആക്കണോ പൊളിക്കണം അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. നമ്മളേതായാലും ഫസ്റ്റ് ടൈം ആണല്ലോ, എങ്ങനെയൊന്നും അറിയൂല. അപ്പൊ ഏതായാലും ഓക്കെ അപ്പൊ ഷെമി ഇതാക്കണ മേക്കപ്പിന് വേണ്ടി പോയതാണ്. അപ്പൊ ഏതായാലും പിന്നെ അതിന്റെ മുമ്പായിട്ട് നമുക്ക് ഇന്ന് ബർത്ത്ഡേ അല്ലേ ഷെമി, ബർത്ത്ഡേ അല്ലേ? ഓ ഷെമി മുടി കെട്ടിയാക്കി സുരുവിന്. അപ്പൊ ഷെമി വാർന്നു കഴിഞ്ഞോ, മുടിയൊക്കെ കെട്ടി കഴിഞ്ഞോ? ഓക്കെ അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് പിന്നെ ഷെമിന്റെ താത്തന്റെ വീട്ടിൽ ഒന്ന് പോകാനുണ്ട്. ആ താത്തന്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യാനോട് വിചാരിക്കുന്നത്. കാരണം ഇവിടെ ഫുള്ള് നമുക്ക് എന്താ പറയാ ഒച്ചിട്ട് സംസാരിക്കാനൊന്നും അങ്ങനെ പറ്റൂല. കാരണം ഫുള്ള് തൊട്ടടുത്ത് വീടുകളാണ്. സൗണ്ട് ഉണ്ടാവും. അപ്പൊ ഇവിടെ പൊതുവെ ആ സൗകര്യം വീഡിയോ എടുക്കാനുള്ള സൗകര്യം വളരെ കുറവാണ്. അപ്പൊ നമ്മളെ പരിധിയിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതിൽ കുറവാണെന്നല്ല, അലഹംദുലില്ലാ കുറവൊന്നുമില്ല. പക്ഷെ എന്നാലും ഒന്നുകൂടി ഒന്ന് ഉഷാറാവും അവിടെ പോയി കഴിഞ്ഞാല്. അപ്പം പക്ഷേങ്കിൽ അവിടെ പോണ സമയത്ത് ഇന്ന് അവിടെ മോന്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പൊ അതുകൂടിയും കൂടി നമുക്ക് ഒന്ന് പങ്കെടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഏതായാലും അങ്ങോട്ട് പോണത്. അപ്പൊ പോവല്ലോ എന്നാല് ഇതടിച്ചാറ്. അപ്പൊ ഏതായാലും ഒന്ന് ഞങ്ങൾ എന്നും പറയുമ്പോൾ തന്നെ മാറ്റി ഒരുങ്ങി ഞാനും ആ ഷെഫി ഇതാക്കണം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നല്ല മഞ്ഞക്കിളിയൊക്കെ അയക്കിന്. പിന്നെ മുബാസും ഇല്ല, കേട്ടോ. മുബാസിന് എന്തോ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യാ മതി. ചിലപ്പോ അശുവിനെ സ്ഥലത്ത് കൊണ്ടാത്തെന്നൊക്കെ ചോദിച്ചു കമന്റ് ചെയ്യാ മതി. ഒന്ന് അശുവിനെ ഷാലു വന്നിക്കണം അടുത്ത തറവാട്ടില്. അപ്പൊ അശുവിനെ കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഏതായാലും എന്നാ പിന്നെ അശു ഒക്കെ കളിക്കാൻ ഒരാളായിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അശുവിനെ അങ്ങോട്ട് കൊടുത്തതാണ്. പിന്നെ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോ നമുക്ക് ഫസ്റ്റ് ടൈമും ആണ്, അത്രയും ദൂരത്തുനിന്ന് അവര് വരികയാണല്ലോ. അപ്പൊ ഓൽക്കും ഒരു ഡിസ്റ്റർബ് ആർത്. കാരണം ആശു ഇങ്ങനെ വന്ന് എന്തായാലും കളിക്കും. അപ്പൊ ഒരു അങ്ങനെ തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് ആശുവിനെ കൊണ്ടാത്. പിന്നെ അവർക്ക് കളിക്കാൻ പിന്നെ വെറുതെ ബുദ്ധിമുട്ടാക്കണ്ടല്ലോ, ആശുവിനെ പോലെ ഒന്നും ബുദ്ധിമുട്ടാക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് പിന്നെ ആശുവിനെ കൂട്ടാതിരുന്നത്. അപ്പൊ ഏതായാലും നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ ഞങ്ങൾ പോണതിന്റെ താത്തന്റെ പുരയിൽക്കാണ്. ആടെ മോന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞങ്ങൾക്ക് ഒന്ന് അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് വിളിച്ചപ്പാട്ട് ഓർമ്മയത്. സ്റ്റാറ്റസ് ഒക്കെ കണ്ടിനെങ്കിലും കൂടി അവിടെ അത് മറന്നു. സ്റ്റാറ്റസ് അന്ന് രാത്രി കണ്ടിരുന്നു കേട്ടോ. നമ്മളെ വീഡിയോയിലൊക്കെ ഉണ്ട് ആദ്യം ഷെഫിയൊക്കെ ആയിട്ട് ലൈനൊക്കെ ഉണ്ട്. പക്ഷെ അന്നത്തേലും ഷെമി അത്ര ഇല്ലായിരുന്നു. ഷെമി ഇങ്ങനെ കേറി ഇങ്ങനെ വരുന്നേ ഉള്ളൂ വീഡിയോയിലേക്ക് ഇങ്ങനെ കേറി. അന്ന് ഇപ്പോഴും ചെറുതാണ്. അപ്പൊ അന്ന് തീരെയും ചെറുതാണ്. അത് 2 വർഷം മുമ്പ് അല്ലേ? 2 വർഷം മുമ്പ്. അപ്പൊ ഒരു കേക്ക് വാങ്ങാന്ന് വിചാരിക്കും. ഓക്കെ ഏതായാലും ഒരു കേക്ക് വാങ്ങും, ഒരു സന്തോഷമാണല്ലോ അല്ലേ? സന്തോഷമാണല്ലോ. കേക്കൊക്കെ കട്ടിച്ച് നമ്മളെ ബ്ലോഗില് കേട്ടാ. ഓക്കെ അപ്പൊ ഏതായാലും നമ്മ ഇവിടുന്ന് കേക്ക് വാങ്ങിയിരുന്നാ പോവല്ലേ? അപ്പൊ ആ കേക്ക് വാങ്ങാൻ ഇവിടെ ആയില്ലേ? ഏടാ സുഖല്ലേ? പറയൂ ഏതാ ഒരു മറ്റേ ബർത്ത്ഡേ കേക്ക് ഏതാ നല്ലത്?
1 kg അല്ലേ? 1 kg വേണ്ട, ചെറുത് മതിയാവും. 1/2 kg വൈറ്റ് വാഞ്ചോ, കാരമൽ വാഞ്ചോ, മാംഗോ ഒക്കെ മാംഗോ ബാക്കി കാണണേ ഉള്ളൂ. പിസ്സ മാംഗോ ഉണ്ട്, പിന്നത്തെ ഏതേനു കാരമൽ വാഞ്ചോ. ഏതാ ടേസ്റ്റ് ഉള്ളത് ഇതില്? മൂന്നില് ടേസ്റ്റ് ഏതാ ഉണ്ടാകുക? എനിക്ക് വൈറ്റ് വാഞ്ചോ നല്ലതാണ്. ഓക്കെ, എന്നാൽ അത് എടുത്തോളൂ. 1/2 kg മതി. ഓ, 1/2 kg മതി, അത് മതി. ഞങ്ങൾ പൊതുവേ കേക്ക് കഴിക്കാറില്ല. കാരമൽ വാഞ്ചോ ആണ് കോഫിയുടെ റെസിപ്പി ഇഷ്ടപ്പെടുന്നത്. കാരമൽ വാഞ്ചോ, കാരമൽ ഓക്കെ, അത് എടുത്തോളൂ എന്നാല്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള വെച്ചാൽ മാംഗോ ആണ്. മാംഗോ അല്ല അത് സീനില്ല, ഞങ്ങൾക്ക് ഇതെടുത്തോളൂ എന്നാല്. സീനില്ല, അത് രണ്ടില് ഇത് രണ്ടും സെയിമാ? സെയിം തന്നെ. ഇതിലേതാ ടേസ്റ്റ് ഉണ്ടാകുക? നിങ്ങൾ ടേസ്റ്റ് ഉള്ള ഏതാണെന്ന് വെച്ചാൽ എടുത്തോളൂ. എനിക്കറിയൂല, എത്രയൊക്കെ അറിയൂ. ആ, ബർത്ത്ഡേ. അത് ഒരു റിലേറ്റീവിൻ്റെ ഞങ്ങളിപ്പോൾ എടുത്ത കേക്ക് ഏതായാലും ഞങ്ങളിപ്പോൾ എടുത്ത് വൈറ്റ് വാഞ്ചോ എടുത്ത്. ബാക്കിയൊക്കെ ഇവിടെ ആവണേ ഉള്ളൂ. വൈകുന്നേരം സമയത്ത് ഇതാവുക റെഡി ആവുക. പക്ഷെ ഒന്ന് ലേറ്റ് ആയതാ, ഓർഡർ ഉണ്ടായിരുന്നു. ഓക്കെ, ആ, ഓ നല്ലത് മതി, ഉള്ളത് പോയിട്ട് നമ്മൾ പോവുക. അപ്പോൾ ആ കേക്ക് ഇതാ റെഡി. നല്ല രസമുണ്ട് ഇത് കാണാൻ, അടിപൊളി. ഓക്കെ, എന്നാൽ ശരി കേട്ടോ. ഓക്കെ, ഓപ്പൺ ദ ഡോർ. എന്നാ വാഞ്ചോ വാങ്ങി അതുപോലെ. ഓക്കെ അല്ലേ? കവറ് അവിടെ കൈ നിൽക്കണേ. പക്ഷേ എങ്കിലും വേണമെങ്കിൽ എടുക്കാൻ പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് ഉള്ളത്. അതുപോലെ. ഓക്കെ, പോവാ. വെയിലല്ലേ? ട്രെയിനിങ് അയക്കും. അതൊന്നും വെക്കരുത് കേട്ടോ. ആ, ഞാന് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ചുമ പകർന്നു അങ്ങോട്ട്. പകർന്നല്ല, എന്നെ കളിയാക്കിയതാ. എന്നെ കളിയാക്കി, അത് നിങ്ങൾക്ക് അറിയൂലേ? അറിയാം. അതല്ല, വേറെ ഡോക്ടറും കൂടി ജസ്റ്റ് ഒന്ന് റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണിക്കാൻ ഞങ്ങൾ പോയി. അപ്പൊ അതുവരെ ഇവള് ഇന്റെ കാര്യം ആലോചിച്ച് ടെൻഷനാണ് ഒരു പെണ്ണതിന്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ റിസൾട്ടൊക്കെ കാണിച്ച് ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഒരു സീനും ഇല്ല, ഒരു വിഷയമില്ല, നോർമലാണ്, എല്ലാം നോർമലാണ്. അപ്പൊ നമ്മളിപ്പോ എന്താ ചെക്ക് ചെയ്ത് കിഡ്നി ചെക്ക് ചെയ്ത് ഹാർട്ട് ഉള്ളിലുള്ള വിലപിടിപ്പുള്ള കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പൊ വിലപിടിപ്പില്ലാത്തതെന്ന് അറിയാൻ നമ്മുടെ ശരീരത്തിൽ ഒന്നുമില്ല. ഒരു നഖത്തിന് പറ്റിയാ മതി അതിന്റെ വില അറിയണമെങ്കിൽ. അത്രേ ഉള്ളൂ സംഭവം, അത്രേ ഉള്ളൂ. അത് ഞാൻ സമ്മതിക്കല്ല. അതാണ് വിട്ട് കൊടുത്താൽ പറ്റും. അല്ല, വിട്ടുകൊടുക്കല്ല, അതാണ് അതിന്റെ ശരി. അവള് പറഞ്ഞതാണ് അതിന്റെ ശരി. പക്ഷെ ഇതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നീ ഇവിടുന്ന് മാറ്റി, എനിക്ക് ഈറ് മാറ്റണ്ടേ? പിന്നെ വെക്കാന്റെ മേലെ അതിന്റെ തലയെ വെച്ച് ഞാൻ പോകാൻ പോയി. ഇവിടെ ബസ്സിന് വരാം. അപ്പൊ കംപ്ലൈന്റ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞ്. അപ്പൊ ഷെമീന്റെ മുഖം വാടി. അത് വരെ ടെൻഷന്റെ ആ ഒരു സംഭവത്തില് അത് വരെ ടെൻഷന്റെ ഒരു സാധനം കേട്ടോ. അങ്ങനെയൊക്കെ പിന്നെ കുഴപ്പമില്ലെന്ന് കേട്ടപ്പോ ഷെമീന്റെ മുഖം ഇങ്ങനെ എന്താ ഒരു സാധനമല്ല. അത് വേറെ എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ട്. അതായത് ടെൻഷന്റെ ഒരു മുഖമെങ്കിലും ഉണ്ട്. പിന്നെ അതുമില്ല, എന്തോ അല്ല. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഷെമ്മിന്റെ ചെറിയൊരു മൊയൻ തന്നെയാണ്. അല്ല, എന്റെ മാറി ഷെമ്മിന്റെ മാറാത്തപ്പോ എനിക്ക് മാറൂലല്ലോ. ഇനി പോയിട്ട് മാറാൻ ടൈം ഉണ്ടോ? ഇനിയിപ്പോ ഓരോന്ന് നമ്മള് കരിമ്പ് ജ്യൂസ് കുടിക്കുന്ന സ്ഥലം അതാ. ഇപ്പൊക്കോ വേണ്ട, ഒരു സാധനം തിന്നില്ല. ഒരു സാധനം തിന്നില്ല. ചെമ്പുള്ള ചോറക്കാരാ തിന്ന ഷെമീന. ഇന്ന് കുറച്ചേ വെച്ചുള്ളൂ. എന്നിട്ടോ തിന്നില്ല എന്നൊക്കെ ഓവറാക്കുക. ഞാൻ അങ്ങനെ വെച്ചാന്ന് ഇതാന്ന് ശരിക്കും ഇവിടെ പല്ലില്ല. ബാക്കിയൊക്കെ ഉള്ള കേട്ടാ, ബാക്കി പല്ലൊക്കെ ഓരോരോ ടൈം ആവുമ്പോ പറയാന്ന് വിചാരിച്ചിട്ടാണ്. വെക്കട്ടെ, അല്ല ഓഫാക്കട്ടെ. അപ്പൊ ഞങ്ങൾ ഇതാക്കണ താത്തന്റെ വീട്ടിലെത്തി. ഷെഫിദ കേക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അറിയൂല ഞങ്ങളെന്താ കേക്കൊക്കെ ആയിട്ട് വന്നിക്കണ. ഇതാണ്. സന്തോഷായോ? ഒന്നും വിചാരിച്ചില്ല, സർപ്രൈസ് ആയിട്ടോ. വന്നതിന് ശേഷമാണ് ഒരു കുറവാകുക. നിങ്ങൾ രണ്ടാളും ഉണ്ടാത്ത എന്താ രംഗനായിരിക്കൂലേ? അപ്പൊ നമ്മള് കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യാല്ലേ? തുറക്കാനും അറിയൂല. പക്ഷെ ഞങ്ങക്ക് വെക്കേഷൻ ആയതുകൊണ്ട് മക്കളൊക്കെ പോയിക്കല്ലോ. ഞങ്ങൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഇതിന് വേണ്ടി ഇന്റർവ്യൂവിന് വേണ്ടി വരുന്ന സമയത്താണ് ഇതിന്റെ അറിയുന്നത്. ഇന്നലെ 10 മണിക്ക് ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടിരിക്കണല്ലോ.
ഓനെ ടൈം ഒന്നും അറിയാൻ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നലാണ് എന്നാ നേരെ വൈകിട്ട് ഇങ്ങനെ വെച്ചാ പോരെ ഇങ്ങനെ വെച്ചാ പോരെ കത്തി ആ കത്തി ഇവിടെ തന്നെ എടുത്തിട്ട് ഞാൻ എടുത്തരാ മതി. ഓക്കെ, അപ്പൊ കേക്ക് കട്ട് ചെയ്യാണ്. കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ നിൽക്കാൻ ഡിലൈറ്റാണ്. എന്നാ വാ ശനി വാ, നീ ആ നോക്കിയല്ലേ 13 അപ്പൊ അൻഷുവിന്റെ 13ാമത്തെ ബർത്ത്ഡേ ആയിട്ടൊന്ന് എല്ലാരും വിഷ് ചെയ്യണേ, വേണ്ടി ദ്വാരക്കണേ അല്ലേ? ഒരുപാട് പഠിക്കുകയൊക്കെ ചെയ്യട്ടെ, വലിയൊരു വേലകളിലെത്തല്ലേ അല്ലേ? നകട്ട് ചെയ്തോ ഒന്ന് അക്ഷരം ഉണ്ടെന്നില്ലേ? Happy birthday to you. Happy birthday to you. പപ്പ കാണുന്ന സന്തോഷാവില്ലേ? പപ്പ ഹാപ്പി ആവില്ലേ? പപ്പ അല്ലാതെ ആദ്യത്തെ പിറന്നാളെ അല്ല പപ്പ ആണെങ്കിലും ഉമ്മച്ചിക്കോ ഉമ്മച്ചി നല്ല ക്യാമറ എടുക്കാൻ താത്തന്റെ ഹസ്ബൻഡ് നമുക്ക് പപ്പ കിട്ടോ? അല്ലേ അരിമോനൊക്കെ ഒന്ന് കാണട്ടെ. ഇപ്പൊ കണ്ടോട്ടെ, ഇപ്പൊ കണ്ടോട്ടെ അല്ലേ വീഡിയോ ഒക്കെ. അപ്പൊ കേസ് ഇതാക്കണ ബർത്ത്ഡേന്റെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതാക്കണ പായസമൊക്കെ എടുത്ത് കൊടുത്ത് ഇതാക്കണ നമ്മുടെ ക്യാമറ ടീംസൊക്കെ എത്തിക്കണ്, നമ്മുടെ മൈവിൽ കേരളന്റെ ടീംസൊക്കെ എത്തിക്കണ്. അപ്പൊ എങ്ങനെയുണ്ട്? ഒരാളുകൂടി ഉണ്ട്, ഒരു അതെ ഫ്രഷ് ആവുകയാണ്. അത് ഷെമ്മി അതിനിപ്പോ ഓരോടത്ത് പോയിട്ട് കുറച്ച് തേക്കേണ്ടി വരുമോ? കുറച്ച് വാങ്ങിക്കും തേക്കാം. അതിനുള്ള പരിപാടിയിലാണ്. അപ്പൊ ഏതായാലും നമ്മളെ ഇന്റർവ്യൂ ഇതാക്കണം അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടോ പ്ലീസ്. അപ്പൊ ഇതാക്കണ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞാണ്ട് ഇതാക്കണ അവര് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ഏതായാലും അടിപൊളി ഇന്റർവ്യൂ ആയിരുന്നു. എന്താ പേര്? വൈശാഖ് മണികണ്ഠൻ സൂര്യ. ഓക്കെ, അപ്പൊ ഏതായാലും അടിപൊളി ഇന്റർവ്യൂ ആയിരുന്നു. അപ്പൊ എല്ലാവരും ആ ചാനലിൽ കയറിയിട്ട് കാണുക, മൈവിൽ കേരളയിൽ കയറി കാണുക. ഓക്കെ, അപ്പൊ ഏതായാലും ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ടാറ്റാ.